ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല ആളുകളും ഭയന്ന ഒരു കാര്യം സംഭവിച്ചു. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ വ്യോമാക്രമണം. ഫോർദോ, നതാൻസ്, എസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർത്തു. ആക്രമണം വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ട്രംപ്. ഫോർദോയിൽ ആക്രമണം നടന്നെന്ന് ഇറാനും സ്ഥിരീകരിച്ചു. ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ്, അതുപോലെ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ എന്നിവർ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നല്ല പ്രഭാതമല്ല. യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടു കൂടിയെന്ന് മാത്രമല്ല, യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇറങ്ങി. മറ്റു രാജ്യങ്ങളുടെ പ്രതികരണം വന്നില്ല. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, ഒരുപക്ഷെ ഈ ട്രംപ് മനസ്സിൽ കരുതുന്നത് എന്താണെങ്കിലും അതുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ലോകത്ത് വലുതായിരിക്കും. പറയൂ. തീർച്ചയായിട്ടും എസ്കേൻ, ഗുഡ് മോർണിംഗ്. അത്ര നല്ല മോർണിംഗ് അല്ല, പക്ഷേ വളരെ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇത് ചെയ്യുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് കയറി ഈ ആക്രമണം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എസ്കേൻ 2 ആഴ്ച തീരുമാനമെടുക്കാൻ വേണമെന്നാണ്. അത് തന്നെ ഒരു കബളിപ്പിക്കലായിരുന്നു. എന്തായാലും അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ, ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇത് ക്യാരി ചെയ്യാനുള്ള ബോംബർ വിമാനങ്ങളാണ് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ. അത് 30,000 പൗണ്ടുള്ള ഈ GBU-57 വഹിച്ചുകൊണ്ട് വന്ന് അവർ ബോംബ് ചെയ്തിരിക്കുന്നു. ബങ്കർ ബ്ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബോംബറാണ്. അപ്പോൾ ബങ്കറുകൾ തകർത്ത് 200 അടി വരെ താഴേക്ക് പോകാൻ പറ്റുന്ന ബോംബുകൾ. അത് ഇസ്രായേലിൻ്റെ കൈവശമില്ല. അമേരിക്കയോട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും യുദ്ധത്തിൽ പങ്കാളികളാവണമെന്നും ഇസ്രായേൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊക്കെ ഒരു തരം കവചമായിരുന്നു. കാരണം ഇത് അമേരിക്ക അറിഞ്ഞിട്ടാണ് ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിച്ചത്, അല്ലെങ്കിൽ ഒരു യുദ്ധമായിട്ടില്ല, ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് വ്യക്തമാണ്. 10 ദിവസം ഇസ്രായേൽ ഇറാൻ പോര് ഏറ്റുമുട്ടൽ നടന്നതിൻ്റെ 10ാം ദിനത്തിലാണ് അമേരിക്ക ബോംബർ വിമാനങ്ങളുമായി. അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ജപ്പാന് സമീപമുള്ള ഗുവാം ദ്വീപിലെത്തി. അവിടെ നിന്നാണ് ഇറാനെ ലക്ഷ്യം വെച്ച് പറന്നത് രാത്രിയിൽ. എന്തായാലും ഇത് ആക്രമിക്കാൻ പോകുന്നുവെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും നമ്മുടെ ഇവിടുന്ന് ഓഫീസിൽ നിന്നും നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആക്രമിക്കില്ല എന്നുള്ളെങ്കിലും ഈ ഗുവാമിൽ വന്ന് അവിടെ സമ്മർദ്ദം ചെലുത്തി നിൽക്കുമെന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട്, എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടാണ് 6 B-2 ബോംബർ വിമാനങ്ങളാണ് എസ്കേൻ ഇതിൽ പങ്കെടുത്തത്. അവർ നട്ടാൻസ്, അവിടുത്തെ ഏറ്റവും സമ്പുഷ്ട യുറേനിയത്തിൻ്റെ കേന്ദ്രമായ നട്ടാൻസ്, അതുപോലെ തന്നെ ഫോർദോയിലാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ട യുറേനിയം ഉണ്ടെന്ന് പറയുന്നത്. ഫോർദോ, ഒപ്പം തന്നെ ഇസ്ഫഹാൻ എന്ന 3 ഇറാൻ്റെ ഏറ്റവും വലിയ 3 ആണവ നിലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. 200 അടി താഴ്ചയിൽ വരെ പോയി തകർത്ത് തരിപ്പണമായി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്.